ആദ്യം തന്നെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്ന് സാക്ഷ്യം പറയാൻ എനിക്കൊരു അവസരം കിട്ടിയതിന് മാതാവിനോടും ഈശോയോടും കോടാനുകൂടി നന്ദി. എൻ്റെ പേര് അനു, ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. എൻ്റെ മമ്മി കാരണമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. കൃപാസനത്തെക്കുറിച്ച് ഞാൻ വളരെയധികം കേട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ വരാൻ എനിക്ക് തോന്നിയിരുന്നില്ല. എൻ്റെ വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു മാലദ്വീപിൽ ഒരു ടീച്ചർ ജോബ് കിട്ടുക എന്നുള്ളത്. അതിനായിട്ട് ഞാൻ 2 വർഷക്കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2 പ്രാവശ്യം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, പക്ഷേ സെലക്ഷൻ ആയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഡിസംബറിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അപ്പം അതിന് പോകും മുമ്പായിട്ട് മാതാവിൻ്റെ അടുക്കൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണമെന്ന് മമ്മി പറഞ്ഞു. അത് കേട്ട് ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വന്നു. ഞാൻ ഡിസംബർ 18-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. 21-ാം തീയതി ആയിരുന്നു ഇൻ്റർവ്യൂ നടക്കുന്ന ഹാളിലേക്ക് സർട്ടിഫിക്കറ്റുകളും പാസ്പോർട്ടുമായിട്ട് മാത്രമേ കയറാൻ പറ്റുള്ളായിരുന്നു. ഞാൻ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ പോക്കറ്റിലിട്ടു. ഇൻ്റർവ്യൂ നടക്കുമ്പോഴും ഞാൻ ആ മാതാവിൻ്റെ കാശുരൂപത്തെ തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇതുവരെ ഞാൻ അറ്റൻഡ് ചെയ്തതിൽ ഏറ്റവും നല്ലൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സൊക്കെ അവർ തന്നെ പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കേണ്ടത്. അതെല്ലാം വളരെ സക്സസ്ഫുള്ളായിട്ട് ഞാൻ ചെയ്തു. അതിനുശേഷം ഇറങ്ങി വന്നപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. പക്ഷേ എങ്കിലും ഉള്ളിൽ 2 പ്രാവശ്യം ഫെയിലായി പോയതുകൊണ്ട് ഇത് ഇനിയും ഫെയിലാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഈ മാലദ്വീപിലേക്കുള്ള എൻ്റെ ഒരു ആഗ്രഹമേ തന്നെ ഉപേക്ഷിക്കുക എന്നുള്ള ചിന്തയിലായിരുന്നു ഞാൻ. ആ മാലദ്വീപിൽ ഇൻ്റർവ്യൂ നടന്നത് നാഗർകോവിൽ വെച്ചായിരുന്നു. ഞാനും മമ്മിയും കൂടിയാണ് പോയത്. മമ്മി റൂമിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതിനുശേഷം ഡിസംബർ 31-ാം തീയതി റിസൾട്ട് വന്നു. എനിക്ക് പാസ്സായി. ഇനി അതിൻ്റെ പേപ്പർ വർക്കുകളും കൂടെ കംപ്ലീറ്റ് ആയാൽ മാത്രം മതി. ഈ അനുഗ്രഹം തന്നത് തന്നെ മാതാവെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. കാരണം ഇതിനു മുമ്പ് ഇതുപോലെ പോയിട്ട് ഫെയിൽഡ് ആവുകയായിരുന്നു ചെയ്തത്. മാതാവ് തന്ന ഈ അനുഗ്രഹത്തിന് ഞാൻ 1000 നന്ദി പറയുകയാണ്. പിന്നീട് എനിക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നു. ചിലപ്പോൾ എൻ്റെ ദേഹത്തൊക്കെ ചൊറിഞ്ഞു പൊട്ടുമായിരുന്നു. അപ്പം ഞാനൊരു ഓയിൽമെൻറ്റ് എപ്പോഴും കരുതുമായിരുന്നു. ആ യാത്രയിലും ഞാൻ ഓയിൽമെൻറ്റ് എടുത്തില്ല. പകരം ഉപ്പും തൈലവും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ആ സമയത്തേക്ക് ഞാൻ ആ തൈലമെടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ തേച്ച് ആ ഭാഗത്ത് പിന്നീട് എനിക്ക് ഇതുവരെയും ചൊറിച്ചിലുണ്ടായില്ല. ആ അസുഖം എനിക്ക് പൂർണ്ണമായി മാതാവ് മാറ്റി തന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിന് ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ, അതായത് ഞാൻ വന്നത് ഡിസംബർ 18-ാം തീയതിയാണ്. ഇന്ന് 1 മാസം പോലും തികഞ്ഞില്ല. അതിനു മുമ്പ് മാതാവ് എനിക്ക് തന്ന ഈ എല്ലാ കൃപകൾക്കും ഞാൻ മാതാവിനോട് 1000 നന്ദി പറയുകയാണ്. ഇനിയും മാതാവിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുമെന്നുള്ള പരിപൂർണ്ണ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ പോലും ദിവസവും ബൈബിൾ വായിക്കുകയോ നന്നായിട്ട് പ്രാർത്ഥിക്കുകയോ ചെയ്യുന്ന ഒരാളായിരുന്നില്ല ഞാൻ. പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ദിവസവും ബൈബിൾ വായിക്കുകയും എല്ലാ പ്രാർത്ഥനകളും ട്രെയിനിലായിരുന്നപ്പോഴും ബസ്സിലായിരുന്നപ്പോഴും ഒക്കെ ഫോണിൽ ബൈബിൾ ഇൻസ്റ്റാൾ ചെയ്ത് ഞാൻ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥന പുസ്തകം കൊണ്ട് നടന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ വിശ്വാസം കൂടുതൽ വർദ്ധിച്ചു. അതുപോലെ തന്നെ എനിക്ക് ആദ്യം മടിയുണ്ടായിരുന്നു പത്രം കൊടുക്കുന്നതിന് വേണ്ടി. ഞാൻ ജോലി ചെയ്യുന്ന കോളേജിലെ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ നാട്ടുകാർക്കുമൊക്കെ വളരെ വിശ്വാസത്തോടുകൂടി പിന്നീട് ഞാൻ പത്രം കൊടുത്തു. എനിക്ക് മാതാവിലുള്ള വിശ്വാസം ഇരട്ടിയായി വർദ്ധിക്കുകയാണ് ചെയ്തത്. മാതാവ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എനിക്ക് തന്ന സകല കൃപകൾക്കും മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി ഞാൻ പറയുകയാണ്. എൻ്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം ഞാൻ മറ്റുള്ളവർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ വിശ്വാസത്തോടു കൂടിയാണ് ഞാനിപ്പം കൃപാസനത്തെക്കുറിച്ച് പറയുന്നത് തന്നെ. ആദ്യം കൃപാസനത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ എനിക്ക് വലിയ വിശ്വാസമൊന്നും തോന്നിയിരുന്നില്ലായിരുന്നു. പക്ഷെ മാതാവായിട്ട് തന്നെയാണ് ആ പറഞ്ഞ കൃപാസനത്തിൽ തന്നെ എന്നെ എത്തിച്ച് ഇത്രയധികം എന്നെ ഒരു വിശ്വാസിയാക്കി മാറ്റിയത്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി ഒരിക്കൽ കൂടി പറയുകയാണ്.